അതായത് ഇന്ന് നമ്മൾ ഫോൺ എടുക്കണേ നമ്മളൊരു ഫ്രണ്ടിന്റെ ബ്രോസ്റ്റ് കടയ്ക്ക് ഫ്രണ്ട് അതെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ്. അടിപൊളി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബ്രോസ്റ്റ് അല്ലേ? അത് എന്തെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ. അണ്ടൊക്കെ കോളേജിൽ നിന്ന് ആരെങ്കിലും ക്യാമറ നോക്കുന്നതാ പറഞ്ഞാൽ പുഞ്ചിരിക്കലും മറ്റേ ഇതൊക്കെ നമ്മളൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞാല് റോഡ് എങ്ങനെയാണ് ഇവിടെ വികസനം കൊണ്ടുവരാ ഭീമമാണോ? അന്നൊരു വികസനം കൊണ്ട് ഒറ്റ കേരള കയറിയത് 3 ലക്ഷം പറയണ്ട. 3.5 ലക്ഷം വ്യൂ. എത്ര ആൾക്കാരാ അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കുറെ കമ്മികൾ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാതെ പറയണ്ടേ. അത് നമ്മൾ കാര്യമാക്കിയിട്ടില്ല. റാജിന്ന് നോക്ക റാജേ, ഗൂഗിൾ മാപ്പ് ഇവിടെ നോക്കണ്ട്. ജോ അവിടെ ഒന്നും കൂടി നോക്കണ്ട. എന്താ ലബീബ് എന്ന പേര് ഇല്ലേ കടക്കാരൻ്റെ? പക്ഷെ ഇത് മെയിൻ ലബീബ്. പക്ഷെ അത് സ്മോൾ ലബീബ്. പ്രായം ഉണ്ടായിട്ട് കാരണം ലബീബേ ഫേമസ് ആരാ? അണ്ട ഇന്നലത്തെ ക്ലാസ് മിഞ്ഞാന്നത്തെ ക്ലാസ് ഇട്ട് കണ്ടന്നെ വിളി പറയാൻ വന്നു പറഞ്ഞേ അല്ലേ? ഉണ്ടെങ്കി പറഞ്ഞാ ലഭ്യേ നമ്മള് നല്ല ബ്രോസ്റ്റ് പറഞ്ഞേ. അതിന്റെ ഇടയിലൊരു വ്യൂ ഒക്കെ കണ്ട് വ്യൂ അല്ലേ? നല്ല ആകാശം, സൂര്യൻ. അതെ, എന്തോ ഒരു എക്സ്പ്രഷനെങ്കിലും ഇട റാസിയ, ഒരു എക്സ്പ്രഷനെങ്കിലും ഇടും മൂത്ത്. നേരെ പോയിക്കണ്ട. ചെറിയ പാറ്റം കൊടുത്തോ. നമ്മളിപ്പോ ഇവിടെ എത്തിയാലോ? ഫറൂഖ് എത്തിയില്ലല്ലോ. ഫറൂഖ് എത്തി. ഫറൂഖിന്ന് ഇങ്ങനെ പോയിട്ട് കടയുടെ സ്ഥലം ഇവിടെ. അതെ, ലേഡി ലോഫലിന്റെ അടുത്ത്. ആ ലേഡി ലോഫലിലൂടെ, അതായത് ഇവിടെ അന്നേരം അവിടെ എത്തിയിട്ട് വെച്ചാൽ പേരിങ്ങനെ അങ്ങനെ മറ്റേ ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ തട്ടി. സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ വലിയ മൾട്ടിമീഡിയയും വലിയ ക്യാമറമാനൊക്കെ ആണ്. പക്ഷെ നമ്മളൊന്നും എടുത്തരാൻ പറഞ്ഞാല് നമുക്ക് പറ്റൂല. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് കുട്ടികൾ ഒന്ന് എടുത്തരും ഫോട്ടോ, ഒരു വീഡിയോ ഒന്ന് അഭിനയിക്കോ. ഓ ഏത് അഭിനയം! അപ്പൊ കണ്ട ക്യാമറ ഒന്ന് പൊക്കിയപ്പോത്തിനും അവന്റെ മുഖം അടിയിലായി. എന്റെ ഒരു വാക്കോട് കൂടി അവിടെ ഒറ്റ പോക്കാ പോയത്. എന്റെ അക്കൗണ്ട് തന്നെ ഉണ്ട് കത്തി എന്റെ വാക്കോട് കൂടി. അതെ, ചെലവ്. ഇത് ലബീന്റെ ആർക്ക് സംസാരിക്കും? ലബി ക്യാമറ ഓണാക്കി അപ്പൊ സംസാരിക്കും. ലബിയ എന്തെങ്കിലും സംസാരിക്കും. ലബിയ മുമ്പൊക്കെ നോക്കട്ടെ വണ്ടി ഒരു ബസ്സൊക്കെ അത് വരുന്നേ. പണ്ടത്തെ കഴിഞ്ഞ കാലം ഓക്കെ ഒരു കോഡ് ഉണ്ട്. ലബീബിന്റെ പണ്ടത്തെ വീഡിയോ എപ്പോഴും ഉണ്ടോ? LB ഒഫീഷ്യൽ മോനെ അന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ഏത് വീഡിയോ എന്നൊക്കെ പറഞ്ഞാല് അന്ന് അവൻ എന്തൊക്കെ അന്നും സൈക്കോളജി തന്നെയാണ്. കുട്ടികളെ എങ്ങനെ ഇതാക്കുക, എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അതല്ലടാ, കുട്ടികളെ എങ്ങനെ അന്ന് അതെ. എന്റെ ഏറ്റവും വലിയ പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ല. അതെ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇപ്പൊ അനാൻസ് മുന്നേ അതെ. ഇപ്പൊ ലവി സൈക്ക് എന്നൊരു പേരുണ്ടായിരുന്നോടാ. ലവി സൈക്ക്. അത് ലവി ഏതാ മോനെ? ആ മറ്റേതുണ്ടല്ലോ, ഒരു വാതിൽ ഇങ്ങനെ തുറന്നു കണ്ടേ, ഇങ്ങനെ വാതിൽ ഇങ്ങനെ കയറും. ലവി ഇങ്ങനെ വരും കണ്ടേ. ഒരു ക്ലിപ്പ് ഉണ്ട്. ലവി ഇങ്ങനെ വാതിൽ ഇങ്ങനെ പൊടി കേട്ടാ പെട്ടെന്ന് ലവി ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടി കണ്ടേ. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. യാ മോനെ, അതൊക്കെ ഒരു വീഡിയോ. അത് എന്നിട്ട് സ്കൂളിൽ +2 മറ്റേ പ്രൊജക്ടറില് അവിടെ പ്രൊജക്ടറിൽ ഇട്ട് സേറ് എന്നിട്ട് കുട്ടിയൊക്കെ അതാ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട് പഠിക്കുന്നേ. ഇവനെ നിങ്ങള് കാണിച്ചെടുക്കണമെന്നില്ല. അവന് ഫുള്ളും അവന്റെ മുഖന്റെ അതില്ലേ. ഞാൻ അയച്ചണ്ടേ. ഞാൻ ഇതിൽ കൊടുക്കണ്ടേ. നിങ്ങളെല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ. പക്ഷെ കുറെ എത്ര 2000 ചില്ലാൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സംഭവം അതിന്നാണ് ഇങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് വരണ്ടേ സാധാരണ.
നമുക്ക് 50 ഉള്ളൂ. 50 ഇല്ലേ ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് 50 ഗുഡ് ഗ്രോത്ത്. അതെ അതെ. ഒരു 4 അക്കൗണ്ട് ഇൻ്റെതും 3 അക്കൗണ്ട് ഒരു 6 അക്കൗണ്ട് പെങ്ങമാളുടെ പാലം. അത് ട്രെയിൻ പാലം. അവിടെ പുതിയ പാലം ഇവിടെ ഒക്കെ പാലനെ. ഇത് കണ്ട ലൈറ്റൊക്കെ എത്തിക്കാണ്ട് ഒന്ന് ഇരുട്ടാക്കാൻ പറ്റുമോ? ഈ ലൈറ്റൊക്കെ കാണാൻ മഴവില് കളറായിരുന്നു ലൈറ്റ് ഇങ്ങനെ ഓരോന്നിന്റെ അടിയിൽ അത് ഓരോ കളർ ഇങ്ങനെ അപ്പോൾ RGB ഫുൾ ഇങ്ങനെ മാറി മാറി കളിച്ചാ. എന്നിട്ട് എന്റെ അടുത്തൊരു ഇന്ത്യക്കാരനായിരുന്നു ഡോക്ടർ പഠിച്ചന്നെ അവിടെ തന്നെ. LGBTQ+ ഫ്രണ്ട്ലി കള്ളനായി വീഡിയോ എടുക്കണേ. അതിനിപ്പോ എന്താ ഇവിടെയാണ് മറ്റേ ഇതുള്ളത്. ഇവിടെ എന്തുള്ളത്? ഞാൻ ടർഫിന്റെ കാര്യം പറഞ്ഞേ. അല്ല തിയേറ്റർ പേരുണ്ടല്ലോ ഇവിടെ. തിയേറ്റർ ഉണ്ട്, നല്ല ശവായ കിട്ടുന്ന പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ പോസ്റ്റിനാണ് കൊണ്ട് നല്ല അടിപൊളി പോസ്റ്റാണെന്നൊക്കെ പറയണ്ടേ. ലവീൻ്റെതാണ്. ലവീൻ്റെ എന്താ പറഞ്ഞ ലവി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് മെസ്സേജ് കയറ്റി ഒന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചല്ലോ. മക്കളെ കട തുറന്നിങ്ങനെ പൂരിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കട പൂട്ടിക്കണേ. സാധനം കഴിഞ്ഞു. ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെത്തിയപ്പോൾ തന്നെ റഷ് അവർ പ്രതീക്ഷിക്കാത്തൊരു റീല് ക്ലിക്കായി. അപ്പോൾ ആൾക്കാർ കൂടി വന്നുകൊണ്ട് സാധനം കഴിഞ്ഞല്ലോ. ഇപ്പം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. ലവി ആരെ ലവി മെസ്സേജ് അയച്ചപ്പോത്തിന് റിപ്ലൈ തന്നെ അയാള്. യെസ് പറയൂ. അങ്ങനെ ബ്രോസ്റ്റിങ്ങനെ തിന്നാൻ അപ്പോത്തിന് അയാൾ പോരി ഇന്ന് പോരി റെഡിയാണ് നിങ്ങൾ വന്നാൽ മതി നമ്മൾ എടുത്ത് വെച്ചിരിക്കണെന്ന് ലവീനോട്. ആ റേഞ്ചൊന്നും അനുസരിച്ചേക്ക് ബ്രോസ്റ്റ് കഴിയാതെ ഓരോ കസ്റ്റമേഴ്സ് വന്നാലും കൊടുക്കൂലെന്ന് പറഞ്ഞു. ഇത്ര പീസ് അവിടെ മാറ്റി വെച്ചിരിക്കുന്ന പറഞ്ഞു. എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഒരു ചെങ്ങാനെ കിട്ടിയത് അതെ ഭാഗ്യം. അതെ അതെ. നമ്മൾ ആ പാലത്തിന്റെ അടിയിൽ കൂടെ വന്നോണ്ട് എന്തായി നമുക്ക് ഇവിടെ കുറെ ബ്ലോക്ക് അങ്ങ് ഒഴിവായി കിട്ടി. സംഭവം നമ്മളിപ്പോ ആ പാലത്തിൽ ഈ ചെറിയ നമ്മളെ പഴയ പാലത്തിൽ കൂടെ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ട് ഫുള്ള് ഒരു 1.5-3 മണിക്കൂർ ആ ബ്ലോക്കിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പഴയ പാലത്തിൽ കൂടെ വരണം ഫാറൂഖ് കൂടെ. എങ്ങടാ ഇവിടെ തന്നെ ഇത്ര ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. എന്താണ് അതിനോട് പറയാനുള്ളത്? സംഭവം ഇതാണ് റാജി പറഞ്ഞത്. പാലം പില്ലർ പൊക്കി ബീം വെച്ച് എന്നിട്ട് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇങ്ങനെ പാലുണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് വേങ്ങര വരുന്നുണ്ട് അല്ലേ? വേങ്ങര ഒരു പക്ഷെ എനിക്കൊന്ന് ഒരു കൊല്ലം കൂടി അല്ല ഒരു ഗവൺമെന്റ് കൂടി കിട്ടണ്ടേ എന്നാലേ അത് വേങ്ങര കത്തും ആ പാലം വന്നാല്. മോനെ അടി കൂടെ നല്ല ഒരു ബ്ലോക്ക് റഷ് നമുക്ക് ഒഴിവാക്കി കിട്ടും. പക്ഷെ പാലം വരുമ്പോ ഒരു ഇതുണ്ടാവും. ഭയങ്കര ഫ്രസ്ട്രേഷൻ കേട്ടോ. നമുക്ക് എന്തെങ്കിലും കത്തിയാലേ മോനെ ചളി അതാണെങ്കിൽ ആ തൊള്ളന്ന് പറഞ്ഞല്ലോ. അതെ നമ്മളെ ഏരിയയിൽ എവിടെ ഇല്ല കേട്ടോ. കുന്നമ്പുറത്തൊന്നും തുടങ്ങിയല്ലോ. കുന്നമ്പുറത്ത് തുടങ്ങും പറഞ്ഞല്ലോ. എന്നിട്ടെന്താ അവിടെ ഫയർഫോഴ്സ് അവിടെ തീ കത്തൂലാന്ന് കുന്നമ്പുറത്ത്. പണ്ട് AKSന്റെ അടുത്തുള്ള പെയിന്റ് കട തീർന്നുണ്ടാകും. അന്ന് ആ ഫയർഫോഴ്സിന് വന്നാലും എന്താ പറഞ്ഞാലോ അന്ന് വന്നപ്പോളേ അന്ന് കുന്നുമ്പുറത്ത് വന്നപ്പോ നിങ്ങളല്ലേ വേണ്ടാന്ന് പറഞ്ഞത് അനുഭവിച്ചോളി. അയാള് ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതാ ശരിക്കും. കുന്നുമ്പുറത്ത് ഫയർഫോഴ്സ് വന്ന പറഞ്ഞപ്പോ നിങ്ങളെ വേണ്ടായിരുന്നു അനുഭവിച്ചോളിയാണ്. സംഭവം ശരിയാണ്. അവിടെ നല്ലൊരു കാര്യം വരാന്ന് പറയുമ്പോ നാട്ടുകാർക്ക് പറ്റൂല. ആർക്കോ പറ്റില്ല. പിന്നെ കത്തിയപ്പോ എന്താ മറ്റേ മലപ്പുറത്ത് നിന്നൊക്കെ ഫയർഫോഴ്സ് ഇവിടെ എത്തുമ്പോത്തിന് കട കത്തി തീർന്നിണ്ടാവും. കത്തി തീർന്നിട്ടാണ് വണ്ടി എത്തണ്ടേ. ആ കുന്നമ്പുറത്ത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് തീ അടച്ച് കട സേഫ്റ്റി ആയി. ഒരു പൂട്ടാക്കാൻ പോയതാണ് കുന്നമ്പുറത്തേക്ക്. അപ്പടെ ഒരു പുക അങ്ങനെ വരുന്നേ. അപ്പൊ ഒരു AKS കത്തണേ. നമ്മളെ കടയല്ല ഓടിയപ്പോ AKS അല്ല എടുത്തുള്ള പെയിന്റ് കട ഇങ്ങനെ ആളെ കത്തണ പൊന്നു. അത് ഞങ്ങളിതാ ഞാന് മുത്താപ്പും ഇപ്പൊ ഇങ്ങനെ കാറിൽ പോണേ തുടച്ചേക്കൂടാ അങ്ങനെ നോക്കണ്ടേ മറ്റേ അവിടെ വല്ലൊരു പുക ഇങ്ങനെ പോണു നേരെ കൂടെ. ഞാൻ ശരിക്കും ആള് കത്തലുണ്ടല്ലോ. ഒരു ബൈക്ക് നമ്മളെ മുന്നിൽ ഇങ്ങനെ കത്തല ആർക്കും അടുക്കാൻ വയ്യ ചൂടോണ്ട്.
അതായത് നമ്മള് വെള്ളച്ചാട്ടല്ലേ അതേമാതിരി ഓപ്പോസിറ്റ് തീ ഇങ്ങനെ കത്ത് മോനെ ശരിക്കും ഗെയിമില് കത്തണ പോലെ. നേരിട്ട് അഭിനയുണ്ടെങ്കിൽ ഇങ്ങോട്ട് നടുക്കൊന്ന് പറയും, ഈ ബാക്കിൽ നിന്ന് കണ്ട ഒരുമാതിരി പറയല് ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അല്ല ഓനിങ്ങനെ ഒരു മടി കാണിച്ച് ഇനി ഇപ്പൊ അവന്റെ കോളേജിലെ കുട്ടികളോട് പറഞ്ഞിട്ട് വരും മനസ്സിക്കാന്റെ ക്യാമറയിലൊന്ന് വരേണ്ടിന്ന്, എന്നാലും അവൻ വരുള്ളൂ, അല്ലാതെ അവൻ വരൂല, അല്ലാതെ അത് ഇങ്ങനെ ഇരിക്കുവാന്. എന്താ ചെയ്യാ, എന്താ പറയലറിയോ, ഇത് വീടൊക്കെ ഞാൻ ഫുള്ള് സപ്പോർട്ട് എന്നിട്ട് ഇങ്ങനൊക്കെ വരുമ്പോ ഒരുമാതിരി കാട്ട എന്റെ പൊന്നെ അയച്ചൊന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോ 360K ആയി. അപ്പൊ ഇത് 10-20 വാക്ക് പറഞ്ഞ ആലോചിച്ച് എവിടെ എത്തിണ്ടാവും. അതെ, മില്യൺ എപ്പ കടന്നിണ്ടാവും. തുടങ്ങിക്കൂടെ തുടങ്ങിയല്ലേ, ഇത് കൂടെ തുടങ്ങിയിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് കൂടണില്ല, ഇത് കൂടെ തുടങ്ങിയിട്ട് ഉള്ളത് പോവും. അങ്ങനെ ചെയ്താൽ മതി. നമുക്കൊന്ന് നമുക്ക് ഏതായാലും അഭിനയം ചെയ്യണ്ടേ. അഭിനയിച്ചൊരു വീഡിയോ ആണ് ഗൈസ്, നമ്മള് അഭിനയിച്ചൊരു വീഡിയോ ആണ്. നല്ലൊരു സാധനം എന്റെ മനസ്സിലും കണ്ട്, അത് കിട്ട് അഭിനയിച്ചോണ്ട് സാധനം ഇറക്കും. ആ ഇറക്കുമ്പോ എന്ത് ചെയ്യും, നെട്ടും, അഭിനയം കണങ്ങനെ നെട്ടും. ലബീബിന്റെ ഒരു അഭിനയം ഉണ്ട്, ഇനി അത് നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അവന്റെ ഇതുണ്ട്, ഇൻസ്റ്റാഗ്രാമിലെ ഇതുണ്ട്, അവനെ മറ്റേ പാട്ട് കേട്ട് ഇങ്ങനെ കരണേ സംഭവം. ഇയർഫോൺ മറ്റേ ബഡ്സ് കുത്തിക്കണേ, പക്ഷെ ഫോണിലും കേൾക്കുന്നുണ്ട്, 2 ചെവിയിലും ബഡ്സ് ഉണ്ട്, പക്ഷെ ഓഡിയോ കേൾക്കുന്നുണ്ട് ഫോണിൽ കൂടെയാണ്. അതെ, സംഭവം പേച്ചൊന്നല്ല, ലാസ്റ്റ് പറഞ്ഞതിന്റെ ശേഷമാണല്ലോ ഓനെ കണ്ടത് ഇയർപോഡ് ചെവിയില്. നല്ലൊരു അഭിനയം ലബീന്റെ ആ അഭിനയം കണ്ടാണ് എനിക്കെന്ത് ഒരു ഫീൽ ഗുഡ് സാധനം എടുത്താല് ഈ കരയാനും മുഖത്തുള്ള എക്സ്പ്രഷൻ മറ്റു സങ്കടങ്ങള് ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇടാനും ലബീബാണ് ബെസ്റ്റ്. നമ്മള് പിന്നെ നമ്മളിങ്ങനെ ആ ഒരു ശരി എന്തൊക്കെ എടുത്തില് നമ്മളിങ്ങനെ പോകും. നമ്മള് റാജിനോടൊന്ന് പറയും, ഒന്ന് റാജെ ഒന്ന് ഉണ്ടാതെ, റാജി എടാ എനിക്ക് പറ്റൂലടാ, നമ്മള് ഇതില്ലടാ, ക്യാമറ വരാനൊക്കെ മടിയടാ. കോളേജിൽ നിന്ന് കുട്ടികള് സാർ ഒന്ന് അഭിനയിക്കും, 2-3 ഇത് മതി. 2 സീനിലും അവനോട് അഭിനയിക്കാറുണ്ടുള്ളൂ, പക്ഷെ അവൻ 4 സീനിൽ അഭിനയിച്ച്. അവന്റെ ഡെഡിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇരിക്കണ്ട ഒരു എവിടെ നിർത്തൂല ഇല്ല. നമ്മളെ ഇതിലൊന്ന് ചോദിക്കണ പറഞ്ഞു, ഇത് തുടങ്ങണ ഞാൻ ഫുൾ സപ്പോർട്ട്, അങ്ങനത്തെ കുറെ ടീമുണ്ട്. ഇത് തുടങ്ങി പക്ക ഫുൾ സപ്പോർട്ട്. ഇത് നമ്മൾ തുടങ്ങി നമ്മളെന്തെങ്കിലും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് വരുമെന്ന് വെച്ചാല് ഒരുമാതിരി വേറെ വർത്താനം, അങ്ങനെ ഫുൾ സപ്പോർട്ട് നടണ ഒരു കാ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ. ആ അതിൻ്റെ ഒരു പറപ്പിച്ചണം ചെയ്യാനേ, ഫുൾ സപ്പോർട്ട് അല്ല. കുറച്ച് ഫോളോവേഴ്സൊക്കെ ആകട്ടെ, ഞാൻ ഇവനൊക്കെ പെട്ടു തിന്നു, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ലിസ്റ്റ് ഞാൻ പെട്ടു. പിന്നെ എനിക്കേ അത്ര ഉള്ളൂ, പിന്നെ എനിക്കും ഞാൻ മാത്രം കൂട്ടുമ്പോ 2 ആളും കൂട്ടണം. ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മള് ഫ്രണ്ട്ഷിപ്പ് ഇത് കൊണ്ടു നടക്കരുത്. അപ്പൊ എന്തെങ്കിലും ഇതായാല് മറ്റേ ആൾക്ക് മാത്രമേ വിഷമം ഉണ്ടാവുള്ളൂ. ഈ ചിരിച്ചു കളിച്ച് പോവും, നമ്മള് അങ്ങനെ വിട്ടിരിക്കേണ്ടി വരും. ഒന്നല്ലേ വേണ്ട അഭിപ്രായം. ഒരു സൈഡിൽ മാത്രം നമ്മള് 2 സൈഡിൽ നിന്ന് എഫക്ട് വേണം, അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം എഫക്ട് ആയിരുന്നിപ്പോ ഫ്രണ്ട്ഷിപ്പിലായാലും ലവിലായാലും എന്ത് എഫേർട്ട് 2 സൈഡിൽ നിന്ന് വേണം, അല്ലാതെ ഒരാള് മാത്രം നല്ല എഫേർട്ട് ഒരാള് വല്ല ഒരുമാതിരി ഇതാക്കാനും ഏത് സംഭവം. ഇവിടെ സംഭവം ചില കാര്യത്തില് 3 ആള് 3 ടൈപ്പാണ്. നമ്മള് ഇപ്പം ഇവിടെ പിന്നെ വേറെ പക്ഷെ റാജി പറയുമ്പോ നമ്മളൊക്കെ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞെന്താ വെച്ചാല് എഫോർട്ട് ഇടുമ്പോ എല്ലാത്തിലും എഫോർട്ട് ഇടണം. ഒരേ എഫോർട്ട്, 2 ആൾ ഒരേ എഫോർട്ട് ഇടണം, മനസ്സിലായില്ലേ? അല്ലാതെ ഒരാള് കുറച്ച് എഫോർട്ട് ഒരാൾ കുറെ എഫോർട്ട് ഇതെന്ത് ഇത് അല്ല. പിന്നെ അല്ല എന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാല് ആ എഫോർട്ട് ഇട്ട ആൾ കരയണം, മറ്റേ ആൾ കൂളായിട്ട് നടക്കുന്നു പോകണം.
അതൊന്നും ഇവിടെ ഒരു ഉത്തമ ബോധമില്ലാത്ത ആൾക്കാരാണ് ഒക്കെ ചെയ്യുന്നത്. അടിപൊളിയാണല്ലോ, പക്ഷെ ഞാൻ തിന്നിട്ടില്ല. അടിപൊളിയാണെന്നാ പറഞ്ഞേ, അടിപൊളി. ഇപ്പം ഞാൻ പറഞ്ഞത് എഫോർട്ട്, എല്ലാത്തിലും എഫോർട്ട് ഇടണം. എന്തിലാണെങ്കിലും എഫോർട്ട് ഇടണം. ഒരാൾ മാത്രം എഫോർട്ട് എടുക്കാറില്ല അല്ല. പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരും അവരെ പോലെ. ശരി, നല്ല ഫോട്ടോ ഇടും എല്ലാത്തിലും. അങ്ങനെ ആ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ എജ്ജാതെ ഫോട്ടോ ഇട്ട് പക്ഷെ അവിടെ ഇരുന്ന ആൾക്കാർ നല്ല ഫോട്ടോ ഇടണേ. ഒരു രണ്ടാളും എഫോർട്ട് ഇട്ടുകൊണ്ട് എന്തായി, ക്ലാസ് അടിപൊളിയായി. ഇനിയിപ്പോൾ ലബി മാത്രം ഫോട്ടോ ഇട്ടാണ്ട് മറ്റേ കുട്ടികളെ ഫോട്ടോ ഇട്ടില്ലെങ്കിൽ എന്താവും, ഓർക്ക് കേൾക്കാനും ഒരു ഇതില്ലാതെ പോയാൽ. അപ്പോൾ അത് ലബീബിനെ അപമാനിക്കുന്ന ഒരു തുല്യതയാണ് അല്ല ലബി? ഇപ്പോൾ കുട്ടികളല്ല ഫോട്ടോ ഇട്ട്, പക്ഷെ ലബി ഫോട്ടോ ഇട്ട് ഇടാതെ പഠിപ്പിച്ച്. അപ്പോൾ അത് കുട്ടികൾക്കുള്ളൊരു അപമാനമല്ലേ? അതെ, അത് നമ്മൾ എഫോർട്ട് ഇടുമ്പോൾ രണ്ടിലും എഫോർട്ട് ഇടണം. പക്ഷെ രണ്ടാൾക്കാർ എഫോർട്ട് ഇടണം, ഒരാൾ മാത്രം എഫോർട്ട് ഇടുകാറില്ല. ഈ റാദിനെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ ചൊറിഞ്ഞോട് കയറി വരും. അല്ല നമ്മള് ഓനെ ഇതാക്കി നല്ല കാര്യമാണ്. അതായത് സംഭവം അല്ല ഉള്ള പറയണ്ടേ. അതായത് ഓൻ വിളിക്കുമ്പോ നമ്മള് ഡാൻസ് ഒന്നും വരടാ, ഞാൻ 12-1 മണിക്കാർ നമ്മള് ചെല്ലും. ഫുൾ സപ്പോർട്ട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് അല്ലാതെ ഇത് വിളിച്ചാൽ ഞാൻ വരുമല്ലോ. അഭിനയിക്ക ഇത് എന്റെ ഇവിടെ വർത്താനം പറഞ്ഞ പോരെ, ഇതിനെ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ചെയ്യാ, എല്ലാവരും എഫോർട്ട് ഇടുമ്പോ എല്ലാവരും എഫോർട്ട് ഇടും. പിന്നെ ഓക്കെ, ഞാൻ ആ ബ്രോസ്റ്റിനെ നടത്തിയിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചൂടായി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഗൈസ് ലബി പറഞ്ഞ സീനിയർ ലബീബിക്കാൻ്റെ ബ്രോസ്റ്റ് കട. ഓക്കെ, ബ്ലോഗാണ് പറഞ്ഞാൽ പൈസ കുറച്ചല്ലോ. ലബി റാസി സ്പെഷ്യലൈസ്ഡ് എ സി. നമ്മൾ ഔട്ട് സൈഡ് മതി പറഞ്ഞു, എ സി വേണ്ട. അതെ, ഉള്ളിലാണ്. അതെ, സീറ്റിംഗ് പക്ഷേ ആ ബ്രോസ്റ്റുകാരുടെ ഉള്ളിൽ കയറിയപ്പോൾ മറ്റേ മണമുണ്ടല്ലോ, എന്തിനു പേര് ഇംഗ്ലീഷിൽ എന്തോ പറയല്ലോ, അരോമേ. പതിനേക്കില്ല, എന്നാലും കുഴപ്പമില്ലാത്ത മണമുണ്ട്. ബ്രോസ്റ്റ് വന്നു. മറ്റേതുണ്ടാവും, മിന്നി കത്തലുണ്ടാവും. അങ്ങനെ സാധനം വന്നു, ഒരു മിന്നി കത്തലുണ്ടാവും, ശ്രദ്ധിക്കണ്ട. സാധനം വന്നു അവര് പാർസലായിട്ട് തന്നേ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് തിന്നാണ് അറിയില്ലേ, ലബി പറഞ്ഞിട്ടില്ലേ. ലബിയെ ശ്രദ്ധിക്കണ്ടോ, മണന്നെ പോനെ തിന്നാ. എങ്ങനെയുണ്ട് സാധാ തന്നെ. ആ ബ്രോസ്റ്റ് ഒന്ന് കടിച്ചോ? അതിന്റെ എത്ര രൂപയാ? പക്ഷെ ലബി എൻ്റെ അകത്ത് ചൂടാ ലബിയാ. നല്ല ചൂടുണ്ടല്ലേ, ചൂട്. കെട്ട ചങ്ങായി ഇത് കിട്ടണ്ട. ഇതേപോലത്തെ ഓരോ ആൾക്കാർ വേണ്ടേ ഉള്ളൂല്ലേ, കൊണ്ടാ മതി. നല്ല ബ്രോസ്റ്റ് കഴിച്ച് വന്ന് എന്നിട്ട് റാസിക്ക് ചെരുപ്പ് എടുക്കണമെന്ന് പറഞ്ഞ്
അപ്പം എന്താ ഇത് ലബീന് മധുരം കാണിക്കാറുണ്ട്. എന്ത് ചെയ്യാം? ബ്രോസ്റ്റോളാണോ? പൊളി പൊളി അടിപൊളി കാണാം. വാങ്ങിയത് മധുരം കഴിക്കണം. നല്ല സമൂസ, കുനാഫൻ്റെ സമൂസ. ആഹാ, ഹോം ഡെസ് കുനാഫ സമൂസ, സൺമൂസ കുനാഫ. ഏണ്ട് അറിയില്ല, നോക്കിയിട്ടില്ല. അതിനെ കാത്തുക്കണ ചെങ്ങായി ആണെങ്കിൽ വരുന്നേ. ഹലോ, നീ കൂടെ പോരെ? ആന്തോ എന്തിനാ ഡോറുണ്ടാക്കിണ്ടോടാ? കൂട്ടടാ. റാസിക്ക് ഫ്രോക്സ് വേണ്ട, ഫ്രോക്സ് ഇല്ല. ഫ്രോക്സ് ഉണ്ടെങ്കിലേ റാസി ചെരുപ്പിടുള്ളൂ, ഇല്ലെങ്കിൽ ചെരുപ്പിടില്ല. ഓർക്കാ ഹൈജീനിക് കയ്യൊക്കെ തിന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കയ്യെ കഴിക്കാണ്ട് വന്നിട്ടുള്ളൂ, പിന്നെയും കഴിയില്ല. ഏണ്ടേ കൊള്ളാം കൊള്ളാം. സമൂസ തിന്നു, അടിപൊളി. വേറെ മധുരം എന്ന് പറഞ്ഞാൽ ഷുഗർ റഷ്. ഇവിടെ എത്തി ഷുഗർ. രണ്ടെണ്ണം ഞാൻ ഒന്നും തൊട്ടുള്ളൂ. ഒന്നും തന്നെ ഷുഗർ റഷായി. അവിടെ ഞാൻ നിർത്തി. വാങ്ങണം അത് ഏത് ഇങ്ങനെ മധുരം തിന്ന് വാങ്ങണേ. ഇവിടെ നാട്ടിലാണെങ്കിൽ സൈലവൻ ഇവിടെ കയറിയതാ വാങ്ങണേ. നല്ല ലബീവ് വാങ്ങി. ലബീവ് വെള്ളം വാങ്ങിയത്. ആദ്യത്തെ വലിയ ഐറ്റം വാങ്ങണ്ടാവും. എന്താ വെള്ളം വാങ്ങാനൊന്നും ചെയ്യും. ആദ്യം പെരിയെ കുളിച്ചാണ്ട് ഓർഡർ ഇനിയിപ്പോൾ വിളി വരണം, അങ്ങനെ വാങ്ങുള്ളൂ. പിന്നെ അവിടുന്ന് ഏതായാലും കയറി വെച്ച് വെള്ളം വാങ്ങി പോകുന്നു. ആദ്യം വെള്ളം വേണ്ടേ? ഒന്നും പറയില്ല. കറക്റ്റ് ഒരു ഹൈഡ്രജൻ ഡയോക്സൈഡിൻ്റെ ഒരു അല്ല ഡൈഹൈഡ്രജൻ ഓക്സൈഡിൻ്റെ ഒരു അത് വിളിച്ചു. ഓർഡർ ഇപ്പോൾ വരും. റാസി ആ 1000-ൻ്റെ ബോട്ടിൽ വാങ്ങാൻ പറഞ്ഞിട്ട് 900. പിന്നത്തെ ആ കുപ്പി എടുത്ത് ലബി 999 പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ സെലക്ഷൻ അല്ലടാ. സെലക്ഷൻ ഉണ്ട്. സംഭവത്തെ ഉള്ളിൽ കയറാത്ത നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഷൂ ആണ്. ആ ഷൂ അഴിച്ച് കയറാനുള്ള മടി. റാസിക്ക് ഡ്രസ്സ് എടുക്കാണ്ട് പറഞ്ഞേ. റാസി ഇന്നൊരു 4-5 ഡ്രസ്സ് എടുക്കും. വാങ്ങും. ഇന്നൊരു 4-5 ഡ്രസ്സ് എടുക്കും റാസി. ഈ വെള്ളം കണ്ട് ഓക്കെ അല്ലേ? ഓ കിണറ്റിനുള്ള ടേസ്റ്റാ. പക്ഷെ കിണറ്റിൽ നിന്ന് ഇങ്ങനെ തണുത്ത കിട്ടൂലല്ലോ. അതായത് നമ്മള് കടയിലൊക്കെ പോകുമ്പോ 10 രൂപയ്ക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങൂലേ? 10 രൂപ ആ ബോട്ടിൽ. ഓ പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, മുന്തിരി ഏതൊരു ഫ്രൂട്ട് ജ്യൂസ് അടിച്ചു. എന്നിട്ട് പറയും ഇതൊരു മുന്തിരി ജ്യൂസ് അടിച്ചൊരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. മാഷാല്ലാ ചെക്കന്മാര് നമ്മള് വീഡിയോ എടുക്കാൻ കണ്ടിട്ടേ പല്ല് നോക്കാറുന്ന വിചാരം. നമ്മക്കെല്ലാം അറിയോ നമ്മളെ വീഡിയോന്റെ ക്വാളിറ്റി. കുഴപ്പമൊന്നുമില്ല. റാജി നല്ല നടക്കണ്ടേ. പക്ഷേ ലബീബ് കാരണേ, ലബീനാണ് ഇതിലെ ഏറ്റവും നല്ല സെലക്ഷൻ ഉള്ളത്. ഞാനൊക്കെ പോകുമ്പോൾ ലബീനെ വിളിച്ചല്ലേ. ഈ ഡ്രസ്സ് തന്നെ കണ്ട ഏത് സെലക്ഷൻ കണ്ടാ. ഇതിപ്പോൾ ഈ ഡ്രസ്സ് തന്നെ ലബി എടുത്തെന്നാ അജാതി സെലക്ഷൻ ലബിയുണ്ട്. ഞാൻ ലബി എടുത്തുന്ന സെലക്ഷന്, അതായത് ലബീബ് ഡ്രസ്സ് എടുത്തുന്ന സെലക്ഷന് ഞാനിപ്പോൾ എവിടേക്കെങ്കിലും പോയാൽ ആൾക്കാരെന്നോട് ചോദിച്ചു എവിടുന്ന് ഡ്രസ്സ് എടുത്ത്, ഏതൊരു ഡ്രസ്സ് എങ്ങനെ എടുത്തതെന്ന്. എനിക്കിങ്ങനെ തരിക്കിങ്ങനെ കയറി പോകും. അപ്പോഴേ ഞാൻ ലബീനെ എപ്പോഴും ഓർക്കലാ. കാരണം ഞാൻ ലബി ഇട്ട ഡ്രസ്സ് ഇത്തരം ഡ്രസ്സ് ഞാൻ ഇടലുള്ളൂ. എന്നിട്ട് അത്ര, അതായത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ലബി എടുത്ത ഈ ഡ്രസ്സ് എവിടെ എടുത്ത് എനിക്കണ്ട് കയറി വല്ലാണ്. അതുകൊണ്ടാ
പക്ഷെ അഹങ്കാരമില്ല കേട്ടാ. ഞാൻ ഇപ്പോൾ പറയും ഇവിടുന്നാണ് എടുത്ത് ചെങ്ങായി എടുത്തെന്നാണ്. ഓരോ അതാ എത്ര സെലക്ഷൻ ഉള്ള ആരാന്ന്. എൻ്റെ എപ്പോഴും അടിപൊളി ഡ്രസ്സിൽ കാണുന്നുണ്ട്. സെലക്ഷൻ ഇവിടുന്നാണ് കാണിച്ചത്. അതായത് ഇന്നത്തെ വീഡിയോ തീർന്ന്. കാരണം ആ ഒരു സമൂസ തിന്നപ്പോത്തിന് കിളി പോയി. ഒരു അടുപ്പിലൊരു സമൂസ, ഒരു കുനാഫി കുത്തി തിരികെയാണ്ട് ചോക്ലേറ്റ് ലവിയൊക്കെ കിടന്നേ. ഇപ്പം ലവിയാണ് വണ്ടി തൊട്ടാടുന്ന വിളിക്കുമ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ട്. പെരി എത്തണമല്ലോ പോ. അപ്പം ഇന്നത്തെ ഈ ചെങ്ങായാണെങ്കിൽ ഡ്രസ്സ് എടുത്ത് വരുന്നില്ല. അപ്പം ഇന്നത്തെ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പിന്നെയും വരും. നമ്മളങ്ങനെ ആണല്ലോ. അതെ, വിൽ കം ടുമാറോ. ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് ആണ്. സൈൻ ലാംഗ്വേജ് എങ്ങനെ പറയാ വെച്ചാൽ കണ്ട അത് സാധനം അല്ലേ. യെസ്. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി.